ഓൾ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെപ്പർ ചിക്കനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അത് നമ്മൾ കൊക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു 2-3 സവോളയാണ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചതച്ചിടുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചും കൂടെ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ ലേശം ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ലാസ്റ്റാണ് നമുക്ക് കുറച്ചും കൂടെ ഈ പെപ്പർ പൗഡറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. അതിനുശേഷം ഒരു തക്കാളി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ഗ്രേവി, എന്താ പറയുക, ഗ്രേവി ടൈപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി തുറന്ന് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വീണ്ടും ഒരു എത്ര ടൈം നിങ്ങൾക്കറിയാമല്ലോ, വേവ് അനുസരിച്ചിട്ട് വീണ്ടും നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ. നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പിറ്റേ ദിവസം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ചൂടാക്കി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.